അമ്മ ഉണ്ടാക്കുന്ന ഇഡലിയോ ദോശയോ ഒക്കെ നല്ല ചൂടൻ സാമ്പാറും ചമ്മന്തിയൊക്കെ മുക്കി കഴിക്കുമ്പോഴേ അതിൽ എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവൊക്കെ കണ്ടുപിടിച്ചിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു അല്ലേ? അപ്പോഴേ ഇന്നിപ്പോൾ അരി ഇത്തിരി വെള്ളത്തിലിടാൻ വൈകിപ്പോയെങ്കിലോ ഇല്ലെങ്കിൽ ഒന്ന് മറന്നു പോയെങ്കിലോ ആകെപ്പാടെ പരേശായി. എന്തുണ്ടാക്കുമെന്ന് ഓർത്തിട്ടേ എന്തായാലും ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അരിയൊക്കെ നേരത്തെ തന്നെ നല്ല കുതിർന്ന് കിടന്നുകൊണ്ട് അരച്ചങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ദോശ ഉണ്ടാക്കാനായിട്ടേ. അപ്പോൾ ദോശയാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, സാമ്പാറും ചമ്മന്തിയൊക്കെ മസ്റ്റാണല്ലേ. ഈ സാമ്പാർ ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ദോശയ്ക്ക് കൂട്ടാം, ഉച്ചക്കത്തെ കറിയാകും. എങ്ങനെയുണ്ട്? ഒരു പടിക്ക് രണ്ട് വശി എന്ന് പറയുന്ന പോലെ. എന്തായാലും ഉള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ഇത്തിരി പരിപ്പും ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് വേഗം വെച്ചു. പിന്നെ ഇത് ഇത്തിരി മല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടിയൊക്കെ ചൂടാക്കി നല്ലോണം ചേർത്ത് കടുവും കൂടെ താളിച്ചെടുത്തപ്പോഴേ നമ്മുടെ സാമ്പാറൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ദാ ഒരു കടുകൊക്കെ പൊട്ടിച്ച് തേങ്ങയും കൂടെ അരച്ച് നമ്മൾ ചമ്മന്തി ചാറും കൂടെ അങ്ങ് റെഡിയാക്കി എടുത്തു. പിന്നെ ദോശയും കൂടി ചുട്ട് നല്ല ചൂടൻ സാമ്പാറും ചമ്മന്തിയൊക്കെ മുക്കി ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറ.